അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാട്ടിൽ വന്ന് മുള വെട്ടുന്നൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. മുള വെട്ടി ഇപ്പുറത്ത് വന്നപ്പോൾ ചൂരലിൻ്റെ തൈ നിൽക്കുന്നുണ്ട്. ഇതാണ് ചൂരലിൻ്റെ തൈ. വലിയൊരു ചൂരൽ ഇവിടെ ഉണ്ട്. ആ ചൂരലാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ. ഈ വലിയ ചൂരലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കാട്ടിൽ നമ്മൾ മുള വെട്ടാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഈ ചൂരലെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാ കിടക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് ദൂരെ വലിയൊരു വള്ളി പോലെയാണ് കിടക്കുന്നത് കേട്ടോ. ഇത് കാണാൻ നല്ല അത്യാവശ്യത്തിന് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഇത് കാണാൻ. ഇത് ചൂരൻ്റെ മൂടാണ് കേട്ടോ. അതുമല്ല കാട്ടാനയൊക്കെ വരുന്ന വലിയ വനത്തിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മുളയൊക്കെ വെട്ടി നമ്മൾ ട്രെയിനിങ് സ്ഥലത്തെത്തി. ചുറ്റിനും ചേച്ചിമാരും ചേട്ടന്മാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പടം കുത്തിക്ക് വേണ്ടിയാണ് ഈ മുളേനെ ചെറിയ പീസാക്കി നമ്മൾ വെട്ടിയെടുക്കുന്നത്. അതൊരു ചെറിയൊരു അളവിന് വെച്ചാണ് നമ്മൾ ഈ മുളേനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിനെ അങ്ങനെ പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പപ്പടം കുത്തി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പപ്പടം കുത്തി ശരിയാക്കി, ഒന്നിനെ പകുതി ശരിയാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഫുൾ പണി തീർന്നിട്ടില്ല. ഫുൾ പണി തീരുമ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പപ്പടം കുത്തിയൊക്കെ നമ്മളെ ചേട്ടന്മാരൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സമയം കൊണ്ടാണ് ഞാൻ ഇവരെ അടുത്തൊക്കെ പോയി കിടന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഇതിൻ്റെ പണിയിലേക്ക് നിൽക്കുകയാണ്. നമുക്ക് ഈ പപ്പടം കുത്തി ഉണ്ടാക്കുന്നതായി നമുക്ക് അപ്പൂനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പപ്പടം കുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് പപ്പടം കുത്തിയാണ് ഇതിൻ്റെ പേര്. ഇത് മറ്റേ വിഷാംശങ്ങളൊന്നും ഉള്ളതല്ല. ഇത് നല്ല മുളയുടെ ഉൽപ്പന്നമാണ്. ഉണ്ടാക്കിയ കുറച്ച് പപ്പടം കുത്തിയിലെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഫുൾ പണി തീർന്നിട്ടില്ല. ചെറിയ കുറച്ച് പണിയും കൂടിയൊക്കെ ഉണ്ട് അതിൽ. എല്ലാം ഫുൾ തീരുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ അമ്മച്ചിമാരും അമ്മൂമ്മമാരും ചേച്ചിയും മാമിയാരൊക്കെ ഇറങ്ങി വരെയാണ്. അവർ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മണി ടൈമായി, ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അങ്ങനെ എല്ലാവരും വാഴയിലയിൽ പൊതിഞ്ഞ് ചോറുകൾ കൊണ്ടുവന്നു. വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ടിരുന്ന ചോറ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മരച്ചിനിയൊക്കെ കെട്ടൊക്കെ അകത്ത് വെച്ചിരിക്കുകയാണ്. മരച്ചിനി നമ്മൾ സ്വന്തം കൃഷിയിൽ നിന്നാണ് എടുക്കുന്നത്. ചില സ്ഥലത്ത് കപ്പയെന്ന് പറയും, നമ്മളെ സ്ഥലത്ത് മരച്ചിനി എന്നാണ് പറയുന്നത്. എല്ലാവരും കഴിക്കുന്നതിൻ്റെ തിരക്കാണ്. കഴിച്ച ശേഷം ഉച്ച സമയമായപ്പോൾ പിന്നെ അടുത്ത ജോലിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുള റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ മുളയിൽ നിന്ന് നമ്മൾ വള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ മാക്സിമം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ.